എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് യൂട്യൂബർമാർക്ക് വല്ലാത്ത കഷ്ടകാലമാണെന്ന് തോന്നുന്നു. തൊപ്പി ഷമീർ തുടങ്ങി വെച്ച വിഷയങ്ങൾ, അവരുടെ വിഷയങ്ങൾ നമ്മളെല്ലാവരും സംസാരിച്ച കാര്യമാണ്. അതിനുശേഷം മൈ വേ ബൈ കല്യാണി, അഹാന കൃഷ്ണ, ഹനാൻ ഷാ, അതുപോലെ ഹക്കീം, ഖാദർ കരിപ്പൊടി, ഇന്നലത്തെ ഹെലനോസ് പാട്ട, ഇങ്ങനൊരു നീണ്ട നിരയിലൂടെ യൂട്യൂബർമാരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് കുറേ പേര് ചോദിക്കണ്ടായിരുന്നു, എന്തേ ഈ വിഷയങ്ങളൊന്നും എടുത്ത് സംസാരിക്കാത്തത്, ഇതിലൊന്നും സോഷ്യൽ റെലവൻസ് ഇല്ലാത്തത് കൊണ്ടാണോ? സോഷ്യൽ റെലവൻസ് ഉള്ള സബ്ജക്റ്റ് തന്നെയാണ് ഇതെല്ലാം. അതിലിപ്പോൾ ഹക്കീമിൻ്റെ കേസാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു അടിക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ തെറ്റാണ്. ശരിക്കും പബ്ലിക്കിൽ കൊള്ളരുതായ്മകൾക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാർ തെറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ വിമർശിക്കാൻ തന്നെ വേണം. അത് വിമർശിച്ചിട്ടുണ്ട്. ഇതുവരെയും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഹക്കീമിൻ്റെ കേസ് കഴിഞ്ഞ ദിവസം എനിക്ക് സമയം കിട്ടാത്തതിൻ്റെ പേര് ചെയ്യാൻ പറ്റാതെ പോയതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഖാദർ കരിപ്പൊടിയുടെ വിഷയം, എൻ്റെ കേരള പോലീസ് അദ്ദേഹത്തെ കണ്ടെത്താൻ പറ്റുന്നില്ലേ, ഇന്ന കാര്യങ്ങളാണ് സംഭവിച്ചതെന്ന് വീഡിയോയിൽ വന്ന് പറയുന്നു. അതുപോലെ നല്ലൊരു ധന്യയുടെ കേസ്, മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു, പോലീസ് പിടിച്ചു, ഫൈൻ അടിച്ചു കൊടുത്തു എന്നാണ് ധന്യയുടെ വേർഷൻ. പക്ഷേ മീഡിയ അതിനെ പ്രസൻറ്റ് ചെയ്തത് വേറെ രീതിയിലാണ്. വണ്ടി നിർത്താതെ പോയി ഓടിച്ചിട്ട് പിടിച്ചു, അങ്ങനെ കേസെടുത്തു എന്നൊക്കെയാണ് മീഡിയ പറയുന്നത്. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ധന്യയുടെ ഒരു എക്സ്പ്ലനേഷൻ കേട്ടിട്ടാണ്. 2 ദിവസം മുന്നേ നമ്മൾ മൈ വേ ബൈ കല്യാണി വിഷയത്തിൽ ധന്യക്കെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ധന്യയുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് അങ്ങോട്ട് ശരിയാവാത്തതിൻ്റെ പേരിൽ ധന്യക്കെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴും എൻ്റെ നിലപാടിന് മാറ്റമില്ല. തെറ്റ് സമ്മതിക്കുന്നുണ്ടെങ്കിൽ പോലും ആ തെറ്റിനെ ലഘൂകരിച്ച് കാണാൻ എടുക്കുന്ന ഒരു മനോഭാവം, അതിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നാട്ടിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരെ സംസാരിക്കുന്ന വ്യക്തികൾ ചില കൊള്ളരുതായ്മകൾ ചെയ്യുമ്പോൾ അതിനെതിരെ സംസാരിക്കാതിരുന്ന ശരിയാവത്തില്ല. നമുക്ക് അതൊരു കാര്യം ചെയ്യാം, വാർത്ത ഒന്ന് കേൾക്കാം. ഓൾമോസ്റ്റ് നിങ്ങളെല്ലാവരും കേട്ട വാർത്ത തന്നെയാണ്. ഞാൻ എൻ്റെ ഒരു വേർഷൻ പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ആ വാർത്ത ഒന്ന് കണ്ടു നോക്കാം, എന്നിട്ട് ധന്യയുടെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. അതിനിടയ്ക്ക് ജാസി വന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇന്നലത്തെ ജാസിയുടെ പ്രതികരണത്തിനോട് പ്രത്യേകിച്ച് ഒരു ഈർഷ്യോ ദേഷ്യമോ ഒന്നും തോന്നുന്നില്ല. കാരണം ജാസിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. വിമർശിക്കുന്നവർ വിമർശനത്തിന് അതീതരാണെന്നൊന്നും പറയാൻ പറ്റില്ല. ധന്യയുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് വന്നു, അത് ചൂണ്ടിക്കാണിക്കുന്നവർ ചൂണ്ടിക്കാണിക്കും. അതിപ്പോൾ ജാസി ആയാലും ആരായാലും എല്ലാവരും ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. ജാസിയും ധന്യയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതി ജാസി അവിടെ ധന്യനെ വലിച്ചു കയറാനൊന്നും നിന്നിട്ടില്ല. ആ വീഡിയോ ഞാൻ വെക്കുന്നില്ല. ജാസിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയി. ഇവിടെ ഞാൻ ജാസിയെ കുറ്റപ്പെടുത്തുന്നില്ല. ജാസിയുടെ ഉള്ളിലുള്ള ദേഷ്യം ജാസി അങ്ങനെ അങ്ങ് തീർത്തു എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് എന്തായാലും ഈ വാർത്ത ഒന്ന് കേട്ട് നോക്കാം. മദ്യലഹരിയിൽ കാറോടിച്ച് പോലീസിന്റെ പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച യൂട്യൂബർക്കെതിരെ കേസെടുത്തു. ഹെലനോസ് പാട്ട എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ യൂട്യൂബർ ധന്യ എസ്ആറിനെതിരെയാണ് കുമ്പള പോലീസ് കേസെടുത്തത്. ഹെലനോസ് പാട്ട എന്ന പേരിൽ സജീവമായ ധന്യ എസ്ആറിനെതിരെയാണ് മദ്യപിച്ച് വാഹനമോടിച്ചതിന് പോലീസ് കേസെടുത്തത്. ഇന്നലെ പുലർച്ചെ 2 മണിയോടെയാണ് യൂട്യൂബർ പോലീസ് പരിശോധനയിൽ കുടുങ്ങിയത്. കുമ്പള പോലീസ് ഇൻസ്പെക്ടർ ബൈജു കെ ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘം പട്രോളിംഗ് ഡ്യൂട്ടിക്കിടെ അണങ്കൂരിലെ ദേശീയപാത 66-ൽ പരിശോധന നടത്തുന്നതിനിടെയാണ് സംഭവം. പോലീസ് രേഖകൾ പ്രകാരം ഇവർ സഞ്ചരിച്ച വാഹനം ദേശീയപാതയുടെ നടുവിൽ അപകടകരമായ രീതിയിൽ നിർത്തിയിട്ട നിലയിൽ ശ്രദ്ധയിൽപ്പെട്ടു. വാഹനം ഈ ഒരു പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധിച്ചോണം. ദേശീയപാതയിൽ നടു റോഡിൽ നിർത്തിയിട്ട രീതിയിൽ കണ്ടപ്പോഴാണ് പോലീസ് അങ്ങോട്ട് ചെന്നതെന്നാണ് മീഡിയയിൽ പറയുന്നത്. പക്ഷേ ധന്യയുടെ വേർഷൻ നേരെ തിരിച്ചാണ്. നമുക്ക് അതിലേക്ക് വരാം. ഇതൊന്ന് ബാക്കി കേൾക്കാം. പോലീസ് സമീപിച്ചപ്പോഴാണ് കാർ നിർത്താതെ അതിവേഗത്തിൽ മുന്നോട്ടടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചതെന്ന് എഫ്ഐആറിൽ പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് മീഡിയയുടെ വേർഷൻ. നിർത്തിയിട്ട വണ്ടി പോലീസ് അങ്ങോട്ട് ചെന്നപ്പോഴേക്കും വണ്ടി നിർത്താതെ ഓടിച്ചു പോയി. പോലീസ് ഓടിച്ചിട്ട് പിടിച്ചു. മിക്കവാറും പറയുന്നൊരു കാര്യമാണ്, യൂട്യൂബർമാരോട് മീഡിയക്കാർക്ക് ഒരു പ്രത്യേക ഒരു സ്നേഹം കൂടുതലായതുകൊണ്ട് എവിടെ എന്ത് വിഷയം ഉണ്ടെങ്കിലും യൂട്യൂബർ എന്ന വാക്ക് കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ വാർത്തയിൽ ആ യൂട്യൂബറുടെ പേര് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അത് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കണ്ടതാണ്. കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഒരു യൂട്യൂബർ എനിക്കൊരു പെണ്ണ് കേസാണെന്ന് തോന്നുന്നു, ആ ഒരു വിഷയത്തിൽ പിടിക്കപ്പെട്ടപ്പോൾ അയാൾ നിരപരാധിയാണെന്ന് പിന്നെ തെളിഞ്ഞു. എപ്പോഴാണ്? അയാൾ ഈ ലോകത്തുനിന്ന് വിട്ടുപോയതിന് ശേഷം. അന്നേരം ഈ വാർത്താ മാധ്യമങ്ങൾ ഒരാൾ പോലും അതിനെ ഹൈലൈറ്റ് ചെയ്ത് കണ്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, യൂട്യൂബർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ, ഒരു 500 സബ്സ്ക്രൈബർ ഉള്ള അല്ലെങ്കിൽ 500 ഫോളോവർ ഉള്ള ഒരാളും ഇന്ന് ഇൻഫ്ലുവൻസറാണ് മീഡിയക്കാരുടെ കണ്ണിൽ. അവൻ്റെ ഒരു 5 വീഡിയോ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അവൻ്റെ ഒരു കേസിൽ പ്രതിയായി, ഇപ്പോൾ ലഹരി കേസ് ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും കേസ് ആയിക്കോട്ടെ, അതിൽ പ്രതിയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ അവൻ ഇൻഫ്ലുവൻസറായി മാറി. നാട്ടുകാരങ്ങോട്ട് ഇറങ്ങും, എല്ലാ ഇൻഫ്ലുവൻസർമാരും ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട്. ഓക്കെ, ഇതാണ് കാലം. ഞാൻ വീണ്ടും പറയുന്നത്, ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ധന്യ ചെയ്ത കേസ്, ധന്യ ചെയ്തത് 100% തെറ്റാണ്. പക്ഷേ ഒരു വ്യക്തിയെ മദ്യപിച്ച് വണ്ടി ഓടിച്ച് പിടിച്ചതിൻ്റെ പേരിൽ വാർത്തയായിട്ടുണ്ടോ? ഏതെങ്കിലും മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിട്ടുണ്ടോ? ഒരു സാധാരണക്കാരനാണെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് ധന്യയുടെ വിഷയം വാർത്തയായി, അല്ലെങ്കിൽ ഒരു യൂട്യൂബർ, ഒരു സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്ററുടെ വിഷയം വാർത്തയാകുന്നതിന് കാരണം, പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആൾക്കാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇത്തരം വിഷയങ്ങൾ, സർക്കാർ തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മദ്യപിക്കാൻ പാടില്ല എന്നൊന്നും പറയാൻ നമ്മൾ ആളല്ല. പക്ഷേ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് 100% തെറ്റാണ്. നമുക്കറിയാം, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് സിദ്ധാർത്ഥ് പ്രഭു, ഉപ്പുമുളകും സീരിയലിലെ സിദ്ധാർത്ഥ്
വണ്ടി ഓടിച്ചതിന് ശേഷം എന്താ സംഭവിച്ചെന്നുള്ള വളരെ വ്യക്തമായിട്ട് നമ്മുടെ മുന്നിൽ ഉദാഹരണമുണ്ട്. അപ്പോൾ ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ട് എന്ന് കരുതുന്ന കോണ്ടന്റ് ക്രിയേറ്റർ, റിയാക്ഷൻ വ്ളോഗർ ആ കാര്യം ചെയ്യുമ്പോൾ ഈ വണ്ടി എടുക്കുന്നതിന് മുന്നേ ഹെലൻ അറിയില്ലായിരുന്നോ തെറ്റാണെന്നുള്ളത്? ഞാനിത് പറയാൻ കാരണം ഹെലൻ ഇതിനകത്ത് പറയുന്നുണ്ട്, എനിക്കെൻ്റെ തെറ്റ് മനസ്സിലായി, ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു, എന്തുകൊണ്ട് നേരത്തെ ചിന്തിച്ചില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ അതാണ്. നിസ്സാര ന്യായീകരണമാണ് ഹെലനോടെ നടത്തിയിരിക്കുന്നത്. ഓക്കെ, ഒരു ചെറിയ പിഴവല്ല അത് ഹെലനെ സംബന്ധിച്ച്. കാര്യം തെറ്റുകൾക്കെതിരെ സംസാരിക്കുന്ന വ്യക്തിയാണ്. അതിപ്പോൾ ഞാനാണെങ്കിൽ പോലും നാളെ എൻ്റെ പേരിൽ ഒരു കംപ്ലയിൻറ്റ് വന്നാൽ ഒരു യൂട്യൂബർ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ മീഡിയ അത് ആഘോഷിക്കും. അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവരത് ആഘോഷിക്കും. അവിടെ ഫേസ് വാല്യൂ ഒന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. യൂട്യൂബർ ആയാൽ മതി. ഉടനെ അവർ പറയും ഇൻഫ്ലുവൻസർ ഇന്നയാൾ പിടിയിൽ, പോലീസ് പിടിയിൽ എന്ന് പറയും. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഹെലൻ്റെ വേർഷൻ ഒന്ന്, മീഡിയക്കാർ പറയുന്ന വേർഷൻ വേറൊന്നാണ്. മീഡിയക്കാർ പറയുന്നു നടു റോഡിൽ നിർത്തിയിട്ട വണ്ടി പോലീസ് അടുത്തേക്ക് എന്നപ്പോഴേക്കും വണ്ടി നിർത്താതെ ഓടിച്ചു പോയി, ചേസ് ചെയ്ത് പിടിച്ചു. അങ്ങനെയൊക്കെയാണ് മീഡിയക്കാരുടെ വേർഷൻ. ഹെലൻ പറയുന്നത് നേരെ ഓപ്പോസിറ്റും. നമുക്കതൊന്ന് കേട്ട് നോക്കാം. ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മോളെ ഒരു കാര്യം, ഈ എല്ലാ വീഡിയോയിലും ഹെലൻ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ആസ് എം റിയാക്ഷൻ വ്ളോഗേഴ്സ് നമ്മൾ നമ്മുടെ ലൈഫിൽ കീപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഹെലൻ മദ്യപിക്കുന്നതും അല്ലെങ്കിൽ ഹെലൻ ഈ പറയുന്ന പോലെ പാർട്ടിക്ക് പോകുന്നതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല, തെറ്റായ കാര്യമൊന്നും അല്ല. ഇപ്പം ഞാൻ എന്നെ തന്നെ ഉദാഹരണം വെച്ച് പറയാം. ഞാനൊരു റിയാക്ഷൻ വ്ളോഗറാണ്. ഞാൻ നാട്ടിൽ ഇറങ്ങി നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ എന്നെ എടുത്തിട്ട് അലക്കാനും ആൾക്കാരുണ്ടാവും. അവിടെ എൻ്റെ ഫേസ് വാല്യൂ ഒരു വിഷയമേ അല്ല, അതൊരു വാർത്തയായി കഴിഞ്ഞാൽ. ഇവിടെ ഹെലൻ എന്ന് പറയുന്ന വ്യക്തി ഒരു നാട്ടിൽ മാത്രം ഒതുങ്ങുന്ന ഒരാളല്ല. 1 million എബോ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലിൻ്റെ ഓണറാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആൾക്കാർക്ക് ഹെലനെ അറിയാം. സോ ഹെലൻ കുറച്ച് ഡിസിപ്ലിൻ ആവാമായിരുന്നു തോന്നി ഈ ഒരു കാര്യത്തിൽ. ഇതിന് മുന്നേ ഹെലനെ ഇങ്ങനെ ഒരു ലഹരി ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ട് പോലീസ് കേസെടുത്തിട്ടൊന്നുമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും നമ്മുടെ ഒരു ചെറിയ തെറ്റിന് വേണ്ടി ആൾക്കാർ കാത്തിരിക്കും, അല്ലെങ്കിൽ മീഡിയക്കാർ കാത്തിരിക്കും. അതിന് കാരണം റിയാക്ഷൻ വ്ളോഗേഴ്സ് സംസാരിക്കുന്നത് നാട്ടിലെ കൊള്ളരുതായ്മകൾക്കെതിരെയാണ്. അപ്പോൾ ശത്രുക്കളുടെ എണ്ണം കൂടുതലായിരിക്കും. അതിപ്പോൾ ഹെലൻ ആയിക്കോട്ടെ മറ്റേതൊരാളായിക്കോട്ടെ. സോ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇത് ചെയ്യേണ്ടതാണോ ചെയ്യാൻ പാടില്ലാത്തതാണോ എന്നുള്ള ധാരണ നമുക്ക് ഉണ്ടാവണം. അവിടെയാണ് ഹെലന് പാളിപ്പോയത്. അപ്പോൾ ഈ സേഫ് ആണോ സെറ്റ് ആണോ എന്നൊക്കെ ചോദിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളതായിരിക്കണം. അത്രേ ഉള്ളൂ. ഞാൻ അതൊന്നും സൂചിപ്പിച്ചെന്ന് മാത്രം. ബാക്കിയേക്കാം. എല്ലാ ന്യൂസ് ചാനലിലും കണ്ടിട്ടുണ്ടാവും ഞാൻ ഒളിവിലാണ്, എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. ഞാനിപ്പം ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ വാഹനം പോലീസ് കസ്റ്റഡിയിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് പറഞ്ഞു എൻ്റെ വാഹനത്തിൽ നിന്ന് MDMA കിട്ടിയായിരുന്നു, അതുകൊണ്ടാണ് പോലീസ് എടുത്തുകൊണ്ട് പോയെന്നൊക്കെ ഉള്ളത്. അതിന് തന്നെ പറയാം വെരി 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 സോറി. എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു മിസ്റ്റേക്ക് ആണത്. കാരണം ഒരു പരിപാടിൻ്റെ ഇടയിൽ ഞാനൊരു ഈ പറയുന്നത് പോലെ ഒരു ബിയർ അടിച്ചിട്ടുണ്ടായിരുന്നു. അടിച്ച സമയത്ത് വണ്ടി എടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. ഐ എം വെരി 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 സോറി. പോലീസ് കൈ കാണിച്ച് വണ്ടി നിർത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ചെയ്തത് തെറ്റാണെന്നുള്ളത്. നാട്ടിലുള്ള സകലമാന കാര്യങ്ങൾ വിമർശിക്കുന്ന ഹെലൻ അതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഒട്ടും ശരിയാണെന്ന് തോന്നുന്നില്ല ഈ ചെയ്ത കാര്യം. മദ്യപിക്കുന്നത് ഓരോ വ്യക്തികളുടെ താല്പര്യമാണത്. അവിടെ ചോദ്യം ചെയ്യാൻ നമ്മൾ ആരുമല്ല. അത് അവരുടെ ഇഷ്ടമാണ്. മദ്യപിച്ചിട്ട് വീട്ടിൽ പോകണമെന്ന് പറയാറുണ്ട്. വണ്ടി എടുക്കാൻ പാടില്ല. അവിടെയാണ് സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്ന സാധനം വരുന്നത്. അതുള്ള ഒരാൾ, ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ വിഷയം വന്നപ്പോഴും ഹെലൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വെള്ളം അടിച്ചാൽ വയറ്റിൽ കിടക്കണം, അല്ലെങ്കിൽ വെള്ളം അടിച്ചാൽ വീട്ടിൽ പോയി കിടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ചു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ പറയുന്ന ഒരാൾ, അങ്ങനെ വിമർശിക്കുന്ന ഒരാൾ, നമുക്കൊരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കായിരുന്നു. ഇപ്പം എന്തായാലും വന്നു പോയി, മുന്നോട്ട് ആവർത്തിക്കാതിരിക്കുക. അത് മാത്രമേ പറയാനുള്ളൂ. ബാക്കി പറ. ടു മൈ ഫോളോവേഴ്സ്, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരോട് അതെൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. അപ്പം ഈ പറയുന്നത് പോലെ വണ്ടി നിർത്തിയപ്പോൾ ഞാൻ നിർത്താത്തതിന്റെ കാരണം ഞാൻ പറയാം. വണ്ടി നിർത്തിയപ്പോൾ ഞാൻ നിർത്താത്തതിന്റെ കാരണം മീഡിയ പറയുന്നു വണ്ടി നിർത്തിയിട്ടേക്കായിരുന്നു, പോലീസ് വന്നപ്പോൾ വണ്ടി ഓടിച്ചു പോയി എന്നാണ് പറയുന്നത്. അവർ കൈ കാണിച്ച് നിർത്തിയില്ല എന്നാണ് ഹെലന്റെ വേർഷൻ. വണ്ടി നിർത്തിയിട്ടിരുന്നു എന്നുള്ളത് ഹെലൻ പറയുന്നില്ല. ജംഗ്ഷനിലായിരുന്നു, അവിടെ ഹെലൻ അറിയുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇത് വലിയൊരു പ്രശ്നം ആവാതിരിക്കാൻ വേണ്ടി വണ്ടി ഓടിച്ചു പോയെന്നാണ് പറയുന്നത്. അത് ചെയ്യുന്നത് ശരിയാണോ? പോലീസ് വരുന്നത് കണ്ടാൽ വണ്ടി അവിടെ നിർത്തുക, കാര്യം പറയാമല്ലോ. അതും അവിടെയും ഹെലന്റെ ഭാഗത്ത് മിസ്റ്റേക്കാണ്. ഓക്കെ, വണ്ടി കൊണ്ട് നിർത്തിയത് എവിടെയാണ്? ഹെലന്റെ വീടിന്റെ മുന്നിൽ. ഇനി പോലീസുകാരുടെ കാര്യം നമുക്ക് സംസാരിക്കാം കേട്ടോ. ബാക്കിയേക്കാം. റോഡിൽ നിർത്തി കഴിഞ്ഞാൽ ഇവരുടെ ഈ ലൈറ്റിന്റെ ഇടയിൽ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുകയും ചെയ്യും. എന്നെ അറിയുന്ന ആൾക്കാരാണ്. അതൊരു പ്രശ്നമാവണ്ട, അതൊരു വീഡിയോ വരണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ നിർത്താതിരുന്നത്. അല്ല മോളെ, മീഡിയയിൽ പറയുന്നുണ്ടായിരുന്നു രാത്രി 2 മണിക്കാണ് ഈ സംഭവം നടക്കുന്നതെന്ന്. ഈ രാത്രി 2 മണിക്ക് ഒരുപാട് ആൾക്കാരൊക്കെ ടൗണിലുണ്ടാവും. നിങ്ങളുടെ ടൗണിൻ്റെ അവസ്ഥ എനിക്ക് അറിയത്തില്ല, ഉണ്ടാവാതിരിക്കാം. എന്നാലും പോലീസ് വരുന്നു, വണ്ടിക്ക് കൈ കാണിക്കുന്നു, പോലീസ് അടുത്ത് വരുന്നു. നിങ്ങൾക്ക് കാര്യം പറയാമല്ലോ, ഇങ്ങനെ കഴിച്ചിട്ടുണ്ട്, ഓക്കെ ഫൈൻ. അപ്പോൾ പ്രശ്നമാവാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇപ്പം നാട്ടുകാരും അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞില്ല. ഈ ഒരു വീഡിയോ ശരിക്കും ഹെലൻ മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ട് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. താൻ ചെയ്ത തെറ്റ് സമ്മതിക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാം ഒരു ലാഘവത്തോടെ, ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല, ക്വൈറ്റ് നാച്ചുറൽ, അങ്ങനെയല്ല. ഹെലൻ ഒരു റിയാക്ഷൻ വ്ളോഗർ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിങ്ങനെ സംസാരിക്കുന്നത്. ഒരു സാധാരണ വ്യക്തിയാണെങ്കിൽ ഓക്കെ, ഒരു പെറ്റി കേസ് എന്ന് പറഞ്ഞ് കഴിയൊഴിഞ്ഞ് വിടായിരുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ കൊള്ളരുതായ്മകൾക്കെതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട്, ഓക്കെ, ഹെലൻ അങ്ങനെ റിയാക്ട് ചെയ്ത ഒരാളായതുകൊണ്ടാണ്
ഇങ്ങനെ വിമർശിക്കേണ്ടി വരുന്നത്? ബാക്കി പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിൽ നിന്ന് പറഞ്ഞതുപോലെ വീഡിയോനേക്കാളും ഞാൻ ഫേമസ് ആയി. ഓക്കെ, അത് കഴിഞ്ഞ് എന്റെ വീട്ടിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പോലീസുകാർ വളരെ മാന്യമായിട്ട് മദ്യപിച്ചിട്ടാണോ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അപ്പൊ അവര് ഈ പറയുന്ന പോലെ പെറ്റി അടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഊതുന്ന സാധനത്തിൽ ഊതണം. അപ്പൊ എന്തിനായിരുന്നു FIR ഇട്ടത്? മീഡിയയിൽ FIR കാണിച്ചു, അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്മൾ കണ്ടായിരുന്നല്ലോ. അതെന്തിനായിരുന്നു? വെറും പെറ്റി അടിക്കുന്ന കേസാണെങ്കിൽ എന്തിനാ FIR ഇടുന്നത്? സാധാരണ ഇങ്ങനെ ഫൈൻ അടിച്ച് വിടുകയാണെങ്കിൽ ഇപ്പോൾ ഹെൽമെറ്റ് ഇല്ലാണ്ട് ഫൈൻ അടിക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കുമ്പോൾ ഫൈൻ അടിക്കുന്നു. അപ്പോൾ FIR ഇടാറുണ്ടോ? FIR എഴുതാറുണ്ടോ? മീഡിയയിലെ FIR കാണിച്ചു, അതുകൊണ്ടാണ് എനിക്ക് ചോദിക്കുന്നത്. കേസ് എടുത്തെന്ന് പറയുന്നു. ഹെലൻ്റെ വേർഷൻ പോലീസുകാർ വളരെ മാന്യമായിട്ട് വന്നിട്ട് മോളെ മദ്യപിച്ചിട്ടുണ്ടോ ഉണ്ടെന്ന് പറയുന്നു, പെറ്റി അടിച്ചു കൊടുക്കുന്നു, കോടതിയിൽ അടയ്ക്കാൻ പറയുന്നു. അപ്പോഴും അടയ്ക്കണ്ട, കോടതിയിൽ അടയ്ക്കാൻ പറയുന്നു. അതിനകത്തൊക്കെ എന്തൊക്കെയോ പൊരുത്തക്കേട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മീഡിയ പറയുന്നതാണോ ശരി, അത് ഹെലൻ പറയുന്നതാണോ ശരി? ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. പോലീസുകാർ അങ്ങനെ പെരുമാറുമോ? അവർ വന്നിട്ട് മോളെ മദ്യപിക്കാൻ പാടില്ലായിരുന്നു, നിനക്ക് അറിയില്ലേ, അല്ലെങ്കിൽ കോടതി കൊണ്ട് അടച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് വണ്ടിയും കൊടുത്തു വിടുമോ? എനിക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല. ബാക്കിയൊക്കെ അതെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അതെടുത്തിട്ട് വന്നു, ഊതി. അത് കഴിഞ്ഞ് മോളിത് കോടതിയിൽ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. വളരെ വ്യക്തമായിട്ട് ഇതിന്റെ അപകടവശങ്ങളും ഇപ്പോ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ സംഭവിച്ചിരുന്നെങ്കിൽ, ശരിയാണ്, ഞാനും കൂടി അത് ചിന്തിക്കേണ്ടതായിരുന്നു. സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ നമ്മൾ ഖേദിച്ചിട്ടോ അല്ലെങ്കിൽ അയ്യോ ഞാൻ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് പറയുന്നതിലോ അർത്ഥമില്ല എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് കാര്യങ്ങളുടെ സീരിയസ്നെസ് ഈ പറയുന്ന പോലെ മദ്യപിച്ചിട്ടതിന് ഒരു കുപ്പി, ഒരു പെഗ് എന്നല്ല, അരയാണെങ്കിലും 12 ആണെങ്കിലും സ്റ്റിയറിംഗ് തൊടാനേ പാടില്ല എന്നുള്ളതും അതിന്റെ കുറെ കാരണങ്ങളും പറഞ്ഞു തന്നിട്ട് ഇത് അടച്ചാൽ മതി എന്ന് പറഞ്ഞ് പോലീസുകാർ പോവുകയാണ് ഉണ്ടായത്. ഹെലനെപ്പോലുള്ള ഒരാൾക്ക് ഇത് ഇത്രയും പറഞ്ഞു തന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ എന്ന് ഞാൻ കരുതുന്നില്ല. ഓൾറെഡി അറിയുന്ന ഒരാളാണ്, ഇതിനെതിരെ സംസാരിക്കുന്ന ഒരാളാണ്, മദ്യത്തിനെതിരെയും ഈ പറയുന്ന മറ്റ് ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ ഒക്കെ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ചെയ്ത തെറ്റ് അത് വന്ന് സോറി പറയുന്നുണ്ട്. സാധാരണ ഹെലൻ്റെ ഒരു സ്ഥിരം ഒരു ശൈലിയാണ്, ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് വന്ന് സോറി പറയാന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ സോറി പറയുന്നതിനോടൊപ്പം ഇതൊരു സില്ലി കേസായിട്ട് കാണുക, അതിനോടാണ് എൻ്റെ വിയോജിപ്പ് ഞാനിവിടെ അറിയിക്കുന്നത്. ഓക്കെ, ബാക്കിയൊക്കെ. എന്റെ വണ്ടി എന്റെ കയ്യിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്, ഞാനും അവിടെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്റെ വണ്ടി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, വേറെ എന്തെങ്കിലും, കാരണം ഇപ്പം ഈ ഓപ്പറേഷൻ തൂഫാനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് എന്നെ സംശയിക്കുന്നതിലോ അല്ലെങ്കിൽ എന്റെ വണ്ടിയിൽ സാധനം ഉണ്ടാവുമെന്ന് സംശയിക്കുന്നതിലോ ഒരു തെറ്റുമില്ല. നിങ്ങൾക്ക് വണ്ടി ചെക്ക് ചെയ്യാം, കാരണം ഞാൻ 101% ഉറപ്പുള്ള ഒരു വ്യക്തിയാണ്. ഈ പറയുന്നത് പോലെ ബിയർ അടിച്ചിട്ടുണ്ട്, സ്ഥിരമായിട്ടല്ല, കാരണം ഞാൻ ഇവിടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വെക്കാം എന്റേത്. പിന്നെ അന്ന് ഞാൻ ഒരു ബിയർ അടിച്ചിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്, അത് നിഷേധിക്കുന്നുമില്ല. അതിന്റെ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ പറഞ്ഞു പോയിട്ട് എനിക്ക് തോന്നുന്നു 2 ദിവസമായി ആ ഒരു സംഭവം കഴിഞ്ഞിട്ട്. ഇപ്പോഴാണ് അത് ന്യൂസും കാര്യങ്ങളും വരുന്നുള്ളത്. ഞാൻ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു, അദ്ദേഹം ഒരു ചാനലിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഇത് 2 ദിവസം മുന്നേ നടന്ന കാര്യമാണെന്നാണല്ലോ ഹെലൻ പറയുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ വാർത്തയായത്? അപ്പോൾ ആക്ച്വലി മീഡിയക്കാർ അറിഞ്ഞത് ഇന്നലെ ആയിരിക്കാം. അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി വേറെയാണ്. 2 ദിവസമാണെങ്കിലും ഇവർ ചെയ്തത് തെറ്റല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതൊരു ന്യായീകരണമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം അറിഞ്ഞ വിഷയം ആ ദിവസം വേണമെങ്കിൽ പറയാമായിരുന്നു. ഇവർ തൊട്ട് തലേ ദിവസം നടന്നതായിട്ട്, അതായത് ഇന്നലെ 2 മണിക്ക്, ഏർലി മോർണിംഗ് 2 മണിക്ക് നടന്നതായിട്ടാണ് അവർ പറയുന്നത്. അതൊരു ന്യായീകരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഇവരെ വിളിച്ചു പറഞ്ഞത് ആരാണെന്നൊക്കെ ഹെലൻ അറിയാമെന്ന് ഹെലൻ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹെലൻ പേര് പറയണം. ഇപ്പോൾ ഹെലൻ പറയുന്ന കാര്യങ്ങളും മീഡിയ പറയുന്ന കാര്യങ്ങളും തമ്മിൽ എൻ്റെ ഡിഫറൻ്റ് ആണ്. ഇതിനാര് പറയുന്നതാണ് സത്യം എന്നുള്ളത് നമുക്കറിയത്തില്ല. ഹെലൻ പറയുന്നതാണോ മീഡിയ പറയുന്നതാണോ നമുക്കറിയത്തില്ല. എന്നാൽ ഇവിടെ ഹെലൻ സംസാരിച്ച രീതിയാണ് ഞാൻ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത്. ഓക്കെ, ഒരു സില്ലി മാറ്റർ പോലെ പറഞ്ഞു പോകുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടി. രണ്ടാമത്തെ കാര്യം, അത് ചിലപ്പോൾ ഹെലൻ്റെ ശൈലിയായിരിക്കാം. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഈ പോലീസുകാർ ഒരു സാധാരണക്കാരനാണ് ഇങ്ങനെ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന അവർ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർ നേരെ ഈ ഊതിപ്പിച്ച് നോക്കിയിട്ട് ആൽക്കഹോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകും. 86 എന്തോ ആണ് ആൽക്കഹോൾ കോണ്ടന്റ് ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ബിയർ കഴിച്ചാൽ അങ്ങനെ ആ ഒരു നമ്പർ വരുമോ എനിക്കറിയില്ല കേട്ടോ, ഞാൻ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. അത് നിങ്ങൾ തന്നെ പറയുക. 86 എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ FIR ഇട്ടു, കേസ് എടുത്തു എന്നൊക്കെ പറയുന്നതിൻ്റെ, നേരത്തെ പറഞ്ഞ പോലെ പോലീസുകാരുടെ കാര്യം പറയുവാണെങ്കിൽ, പോലീസുകാരടുത്ത് വന്ന് മോളെ ഇങ്ങനെ വണ്ടി ഓടിക്കാൻ പാടുണ്ടോ, അപകടങ്ങൾ ഉണ്ടാവില്ലേ, ഇപ്പം സംഭവിച്ചത് ഇങ്ങനെയായി എന്ന് വിചാരിച്ചിട്ട് നാളെ ഇതിനപ്പുറം സംഭവിക്കാൻ സാധ്യതയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ട് കോടതിയിൽ കൊണ്ട് കാശടച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പോയി എന്ന് പറയുന്നതിൻ്റെ പുറകിലുള്ള ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു സാധാരണക്കാരനാണെങ്കിൽ അങ്ങനെ പറയുമോ, പറയാറുണ്ടോ? അങ്ങനെ ഇതുവരെയും കേട്ടിട്ടില്ല. പെറ്റി അടിക്കുന്ന പോരാഞ്ഞിട്ട് അത് കോടതിയിൽ അടച്ചാൽ മതി എന്ന് പോലീസുകാർ അങ്ങോട്ട് പറയണമെങ്കിൽ വേറെ എന്തെങ്കിലും കോള് പോയിട്ടാണോ, ഇതൊന്നും നമുക്കറിയത്തില്ല. ഓക്കെ, ഞാൻ എൻ്റെ സംശയങ്ങൾ മാത്രമാണ് പറയുന്നത്. കോള് പോയത് കൊണ്ടാണോ, അതല്ല ഇവരെ നേരത്തെ അറിയുന്ന പോലീസുകാരാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഞാനിവിടെ വയ്ക്കുവാണ്. ബാക്കിയേക്കാം. ആദ്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വണ്ടി പിടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്റെ വണ്ടി പിടിച്ചോണ്ട് പോയില്ല. നോർമലി ഒരു കോമൺ വ്യക്തികൾക്ക് ഡ്രങ്ക് ആൻഡ് ഡ്രൈവിൽ പെറ്റി എങ്ങനെയാണോ വരുന്നത്, ആ പെറ്റിയാണ് എനിക്ക് വന്നിട്ടുള്ളത്. ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറയുന്ന വ്യക്തി ഒരു കോമൺ പേഴ്സൺ അല്ല, അതാണ് ഇവിടുത്തെ പ്രശ്നം. അത് ഹെലൻ പറയുന്ന കാര്യമാണ്. ഹെലൻ ഓഫ് സ്പാർട്ട ഒരു കോമൺ പേഴ്സൺ അല്ല, ഒരു സോഷ്യൽ മീഡിയ ഫിഗറാണ്.
ഒരുപാട് പേർക്ക് അറിയുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇതിന് അത്രയും മീഡിയ അറ്റൻഷൻ ഉണ്ടായത്. അതിന് നിങ്ങൾ മീഡിയനെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ടോ കമൻ്റ് ഇടുന്ന ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. നിങ്ങളിൽ നിന്നും എന്നിൽ നിന്നൊക്കെ അല്ലെങ്കിൽ റിയാക്ഷൻ വ്ളോഗേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ യൂട്യൂബേഴ്സിൽ നിന്ന് ഒരു തെറ്റ് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സൊസൈറ്റി നമ്മുടെ നാട്ടിലുണ്ട്, വിമർശിക്കാൻ വേണ്ടി. കാര്യം നമ്മളെല്ലാവരും തന്നെ ദിവസവും മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ളപ്പോൾ നമുക്കൊരു തെറ്റ് വരാതെ പരമാവധി നോക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ, സീരിയസ്ലി പറയുകയാണെങ്കിൽ മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം അറിയപ്പെടുന്ന ആൾക്കാരാരെങ്കിലും മരിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മളെ നോക്കി ചിരിച്ചാൽ പോലും തിരിച്ച് ചിരിക്കാൻ പേടിയാണ്, സത്യം പേടിയാണ്. മീഡിയക്കാരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവരുടെ വിഷ്വൽ എങ്ങാനും വന്നു കഴിഞ്ഞാൽ അവരത് മാത്രം കട്ട് ചെയ്ത് ചിലപ്പം പബ്ലിഷ് ചെയ്യും. മരണ വീട്ടിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഞാൻ എന്നെയാണ് എക്സാമ്പിൾ പറയുന്നത്. അപ്പോൾ അറിയപ്പെടുന്ന ഒരാളാണെങ്കിലോ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ വരും വരാതെയും കൂടി ചിന്തിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതുപോലെയൊക്കെ വന്ന് സോറി പറയേണ്ടി വരും. ഞാൻ പുണ്യാളനാണെന്നോ ഞാൻ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളാണെന്നോ ഞാൻ പറയുന്നില്ല. എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ വരും. പക്ഷെ പരമാവധി വരാതിരിക്കാൻ ശ്രമിച്ചാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. ഓക്കെ, അങ്ങനെ കഴിയുന്ന പരമാവധി ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ, ഒരു പ്രശ്നവും വരാതെ, ഒരു അലിഗേഷൻ ഉണ്ടാവാതെ നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ പറയാൻ പറ്റില്ല, മനുഷ്യനാണ്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിനകത്ത് ഹെലൻ്റെ ബാക്കി വേർഷൻ ഞാൻ വെക്കുന്നില്ല. അത് ഒരു കാര്യം ഹെലൻ പറയുന്നുണ്ട്. ഇത്രയും മീഡിയ ആഘോഷിച്ചൊരു വിഷയം ഇതേ ഹെലനോസ് പാട്ട കുറച്ച് കാലങ്ങളായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യണമല്ലോ. ഇവരുടെ ഫോട്ടോ, ഇവരുൾപ്പെടെ 10-16 പേരുടെ ഫോട്ടോ മോർഫ് ചെയ്ത് വേറെ രീതിയിലാക്കിയിട്ട് പബ്ലിഷ് ചെയ്തൊരു സൈറ്റിനെ കുറിച്ച് ഇവർ നിരന്തരം ആ സമയത്ത് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു മീഡിയക്കാരും അത് വാർത്തയാക്കിയിട്ടില്ല. അതും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മൾ അതും കൂടി അഡ്രസ്സ് ചെയ്യണം. എന്താ പറയുമ്പോൾ എല്ലാം പറയണം. ഒരാളെ കുറ്റപ്പെടുത്തുക മാത്രമല്ല ചെയ്യേണ്ടത്, അയാൾ ചോദിക്കുന്ന ചോദ്യത്തിനും മറുപടി വേണം. ഇന്ന് ഹെലൻ്റെ പേര് വെച്ച് ഇത്രയും ആഘോഷമാക്കുന്ന മീഡിയ എന്തുകൊണ്ടാണ് ഒരു യൂട്യൂബർ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ ആ കംപ്ലയിൻറ്റ് വാർത്തയാവാതെ, ഇപ്പോൾ ഹെലൻ നിരന്തരം അവരുടെ ചാനലിൽ കൂടി ഈ മാറ്റർ അഡ്രസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. സൈബറിൽ കേസ് കൊടുത്തു, അതല്ലാണ്ട് കേസ് കൊടുത്തു, FIR ഇട്ടു. പക്ഷേ ഒരു മീഡിയയും അത് വാർത്തയാക്കില്ല. അപ്പോൾ മീഡിയയുടെ ഇരട്ടത്താപ്പും ഇവിടെ വെളിപ്പെടുകയാണ്. അതായത് യൂട്യൂബർക്കെതിരെ, ഒരു ഇൻഫ്ലുവൻസർക്കെതിരെ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ ആഘോഷമാക്കുന്ന മീഡിയ, അതേ ഇൻഫ്ലുവൻസർ, അതേ യൂട്യൂബർ ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ അതിന് നേരെ മുഖം തിരിക്കുന്നു. അത് എവിടുത്തെ മാധ്യമ ധർമ്മമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൂടി ഞാനിവിടെ ചോദിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.